to Jaya's Homely Kitchen. ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു മാംഗോ ഐസ്ക്രീം തയ്യാറാക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. 3 ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമേ ഉള്ളൂ. ഇതിന് നമുക്ക് ഐസ്ക്രീം മേക്കറോ ഹാൻഡ് ബ്ലെൻഡറോ ഇലക്ട്രിക് ബ്ലെൻഡറോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മിക്സി ഉപയോഗിച്ച് സുലഭമായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന ഒരു ഐസ്ക്രീമാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നല്ല പഴുത്ത അധികം നാരില്ലാത്ത നിറമുള്ള മാങ്ങയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ഞാനിവിടെ എടുത്തിട്ടുള്ള മാങ്ങയിൽ നിന്നും മാങ്ങ കട്ട് ചെയ്ത് മിക്സിയിൽ തന്നെ ഉപയോഗിച്ച് പ്യൂറിയാക്കി വെച്ചിട്ടുള്ളത് 300 ഗ്രാം. എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഉള്ളതാണ് 300 ഗ്രാം എന്നുള്ളത്. അതിനകത്ത് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നല്ല കോൺസെൻട്രേറ്റ് ആയിട്ട് നല്ല കട്ടിയായിട്ടുള്ള പ്യൂറിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് കൃത്യമായിട്ട് 300 ഗ്രാം അളന്നെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത മാങ്ങ, അതൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക്, 250 ഗ്രാം വിപ്പിംഗ് ക്രീം. അത് ക്രീം ഫോമിലായിട്ട് കിട്ടുന്നതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതാണ് നമുക്ക് കുറച്ചും കൂടെ ഐസ്ക്രീം ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഫ്രീസറിൽ 1 മണിക്കൂറോളം വെച്ച് നല്ല തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇത് തയ്യാറാക്കേണ്ടത്. നമുക്ക് ഒരു മിക്സിയിൽ ആദ്യം തന്നെ കട്ടയായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം 2-3 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ അളന്നെടുത്ത് വെച്ചിട്ടുള്ള 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് 1-2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ മാംഗോ പൾപ്പും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വലിയ ബൗളിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. മിൽക്കും മാംഗോ പൾപ്പും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എല്ലാ സ്ഥലത്തും ഒരുപോലെ കളർ കിട്ടാനായിട്ട്. ഇനി നന്നായിട്ട് സാവകാശം ഇളക്കി കൊടുക്കുക, അടിച്ച് പതപ്പിക്കണ്ട. ഇങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി ഒരു 100 ഗ്രാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാങ്ങ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഐസ്ക്രീം വളരെ ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ക്രീമിയും നല്ല സ്മൂത്തി ആയിരിക്കും. നമ്മൾ കടയിൽ വാങ്ങുന്ന അതേ ടെക്സ്ചർ തന്നെയാണ് ഈ മാങ്ങയ്ക്ക്. അതിനേക്കാളും എന്തുകൊണ്ടും ഗുണകരം എന്ന് തന്നെയും പറയാം. നമ്മൾ ഒറിജിനൽ ഫ്രഷ് ഫ്രൂട്ട് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രാൻഡ്സിൽ റിയൽ ഫ്രൂട്ട് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്കിത് വീട്ടിൽ വളരെ എളുപ്പം നല്ല രീതിയിൽ ചെയ്തെടുക്കാം. ഇനി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീം നമുക്കൊരു 6-8 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള അധികം സ്മെല്ലൊന്നും വരാത്ത, വേറെ നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ ഫ്ലേവർ ഒന്നും വരാത്ത ഏതെങ്കിലും കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ 8 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം. ഞാനിത് ഒരു കണ്ടെയ്നറിൽ എടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഒരു ചെറിയ കണ്ടെയ്നർ എടുക്കുകയാണ്. ഇത് ഫുള്ളും തീരുന്നത് വരെ നമ്മുടെ സൗകര്യാനുസരണം ഓരോ കണ്ടെയ്നറിലോട്ട് മാറ്റി ഫ്രീസറിൽ 8 മണിക്കൂർ സൂക്ഷിക്കണം. ഇനി നമുക്കിതിൻ്റെ അടപ്പ് വെച്ച് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ 8 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം. ഈ ഐസ്ക്രീം നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ട്. മാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ അധികം നാരില്ലാത്ത നല്ല മധുരവും നിറമുള്ള മാങ്ങയായിരിക്കണം. രണ്ടാമത്തേത്, ഇതിലുപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുക. ഇനി നമ്മളിത് എല്ലാം വിപ്പ് ചെയ്ത് കണ്ടെയ്നറിലാക്കിയതിന് ശേഷം 8 മണിക്കൂർ ഫ്രീസ് ചെയ്യണം. അതിനിടയ്ക്ക് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെറിയൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അഥവാ എന്തെങ്കിലും ഐസ് ക്രിസ്റ്റൽസ് അതിനകത്ത് ഫോം ആയിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകാനാണ്. ഇങ്ങനെ 8 മണിക്കൂറിനിടയ്ക്ക് 1-2 പ്രാവശ്യം ചെയ്യുക. ഇതെല്ലാം അതുപോലെ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ വളരെ ക്രീമി ആയിട്ടുള്ള, കടയിൽ കിട്ടുന്നതിനേക്കാളും
നല്ല സ്വാദും ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിതിന് ഐസ്ക്രീം മേക്കറിൻ്റെയോ ബ്ലെൻഡറിൻ്റെയോ യാതൊന്നിൻ്റെയോ ആവശ്യമില്ല. നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കമൻസ് എനിക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾക്കെല്ലാം ഇത് ശരിയായി വരുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. 6 മണിക്കൂർ ഏകദേശം സെറ്റായിട്ടുണ്ട് ഐസ്ക്രീം. ഇതിനിടയ്ക്ക് ഞാൻ 2 മണിക്കൂറിന് ഇടവിട്ട് 2 പ്രാവശ്യം ഫോർക്ക് ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. വളരെ സ്വാദിഷ്ടമായ ക്രീമി ആയിട്ടും സ്മൂത്തി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം, തികച്ചും ആയിട്ടുള്ള ഐസ്ക്രീം തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് ഇഷ്ടംപോലെ വിളമ്പാവുന്നതാണ്. Thank you for watching my video.